വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഒരു ക്വസ്റ്റനാണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനും അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. നമ്മളൊരു ട്രയാങ്കിൾ അവിടെ വരയ്ക്കുമ്പോൾ തന്നെ നമുക്കൊരു ട്രയാങ്കിൾ ആദ്യമേ വരയ്ക്കാം. അതിൻ്റെ കോർഡിനേറ്റ് അടയാളപ്പെടുത്തുക. ആദ്യം നമ്മൾ 3, 5, ഒരു കോർഡിനേറ്റ് 3, 5 ആണ്. അടുത്ത കോർഡിനേറ്റ് 9, 13 വരും. ഒരു കോർഡിനേറ്റ് 10, 6. നമ്മളപ്പോൾ ആ കോർഡിനേറ്റുകളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി. അത് എവിടെ വേണമെങ്കിലും തേർഡ് 3 കോർഡിനേറ്റ്സ് ഉള്ളത് കൊണ്ട് ഏത് വെർട്ടെക്സിൽ വേണമെങ്കിലും നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ആദ്യത്തേന് എന്ന് കൊടുത്തു, രണ്ടാമത്തേന് ബി കൊടുത്തു, അടുത്തതിന് നമ്മൾ സി കൊടുത്തു. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ 10, 6, ബി എന്ന് പറഞ്ഞാൽ 3, 5, സി എന്ന് പറഞ്ഞാൽ 9, 30. ഇനി നമ്മളിത് ഐസോസിലസ് ട്രയാങ്കിളാണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത? ഏതെങ്കിലും 2 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും അല്ലേ? ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണ് 2 സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും. ഏതെങ്കിലും 2 സൈഡ് നമുക്ക് എപ്പോഴും ഈക്വൽ ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ അത് ഏത് സൈഡാണെന്ന് നമ്മളൊന്ന് ചെയ്തു നോക്കണം. എ ബിയും ബി സിയും എ സി എല്ലാം നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ അതിന് നമ്മൾ ആദ്യമേ എ ബി എടുക്കാം. അവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറഞ്ഞതാ x1 മൈനസ് s2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് ഏതാണ്? x1 മൈനസ് s2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ എ ബി ആണെങ്കിൽ എയിലെ കോർഡിനേറ്റ് എടുക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 10, 6 എടുത്തു. രണ്ടാമത്തെ കോർഡിനേറ്റ് 3, 5 നമ്മൾ കോർഡിനേറ്റുകൾ എടുത്തു. 10, 6, 3, 5. അതിൻ്റെ മുകളിൽ നമ്മൾ x1, y1, ഇത് നമ്മൾ x2, y2 കൊടുത്തു. ഈ ഫോർമുലയിൽ അങ്ങനെ തന്നെ കൊടുക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x1 മൈനസ് s2. അപ്പോൾ 10 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ വരും പ്ലസ് 6 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ വരും. അപ്പോൾ x1 മൈനസ് s2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. 10 മൈനസ് 3 എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആണ്. 7 സ്ക്വയർ വരും. 6 മൈനസ് 5 1 വരും. 1 സ്ക്വയർ വരും. റൂട്ട് ഇടാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കാരണം 10ൽ നിന്ന് 3 കുറച്ച 7, 7ൻ്റെ സ്ക്വയർ. 6ൽ നിന്ന് 5 കുറച്ച 1, 1ൻ്റെ സ്ക്വയർ. അപ്പോൾ റൂട്ട് 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 വരും. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ നമുക്ക് റൂട്ട് 15 ആണ് ഒരു സൈഡ്. എ ബി എന്ന് പറയുന്ന ഒരു സൈഡ് കിട്ടി. ഇനി നമ്മൾ അതുപോലെ തന്നെ ബി സിയും കണ്ടുപിടിക്കണം, എ സിയും കണ്ടുപിടിക്കുക. എ ബിയുടെ ഡിസ്റ്റൻസ് നമുക്ക് റൂട്ട് 15 കിട്ടി. ഇനി നമ്മൾ അതുപോലെ തന്നെ ബി സിയുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ബി സി എന്ന് പറഞ്ഞാൽ ഒരു കോർഡിനേറ്റ് 3, 5 ആണ്. അടുത്ത കോർഡിനേറ്റ് 9, 13 ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ x1, y1, ഇത് x2, y2 കൊടുത്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല കൊടുക്കുമ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. x1 മൈനസ് s2. അപ്പോൾ 3 മൈനസ് 9 ദ ഹോൾ സ്ക്വയർ. എക്സിൻ്റെ കോർഡിനേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസിൻ്റെ സ്ക്വയർ. ഇനി 5 മൈനസ് 30 ഹോൾ സ്ക്വയർ വരും. ഇനി ഇവിടെ നോക്കുക, ഈ വാല്യൂസ് ഒന്ന് 3 മൈനസ് 9 എന്ന് പറഞ്ഞാൽ മൈനസ് 6 വരും. ഹോൾ സ്ക്വയർ വരും. ദെൻ റൂട്ട് ഓഫ് പ്ലസ് 5 മൈനസ് 13 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. മൈനസ് 8 ദ ഹോൾ സ്ക്വയർ വരും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 36 വരും. 8 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 8ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 വരും. അപ്പം 36ഉം 64ഉം 100 വരും. 100ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10 വരും. അപ്പം നമുക്ക് ഒരു റൂട്ട് എന്ത് കിട്ടി? ഒരു സൈഡ് നമുക്ക് റൂട്ട് 100 അല്ലെങ്കിൽ 10 കിട്ടി. ഇനി ഇതുപോലെ നമ്മൾ എ സിയും കണ്ടുപിടിക്കണം. എ സി എന്ന് പറഞ്ഞാൽ എയിലെ കോർഡിനേറ്റ് 10, 6 ആണ്. സിയിലെ കോർഡിനേറ്റ് 9, 13 ആണ്. അപ്പോൾ അതും നമ്മൾ ഇതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ കൊടുക്കുക. അപ്പോൾ എത്ര വരും നോക്കിയാൽ? റൂട്ട് ഓഫ് 10 മൈനസ് 9 ദ ഹോൾ സ്ക്വയർ വരും. 6 മൈനസ് പ്ലസ് 6 മൈനസ് 30 ദ ഹോൾ സ്ക്വയർ. എപ്പോഴും എഴുതുമ്പോൾ നടുക്ക് മൈനസ് ആണ്. 10 എഴുതണം, നടുക്ക് മൈനസ് ഇട്ടിട്ട് നമ്പർ നമ്മൾ എഴുതാമുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ 2 നെഗറ്റീവ് ഒക്കെ വന്നാൽ ഓൾറെഡി നിങ്ങൾ അറിയാതെ തെറ്റിച്ച് കളയും. അപ്പോൾ 10 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 1 വരും. 1 സ്ക്വയർ വരും. 6 മൈനസ് 13 എന്ന് പറഞ്ഞാൽ മൈനസ് 7 വരും. ഹോൾ സ്ക്വയർ വരും. മൈനസ് 7ന് പെർഫെക്റ്റ് സ്ക്വയർ ഉള്ളതുകൊണ്ട് ഈ സ്ക്വയർ റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവ് വരില്ല. അത് ഓർത്ത് വെച്ചോളണം കേട്ടോ. നെഗറ്റീവ് എങ്ങനെ അറിയാതെ ഓർത്താലും ഒരു പോയിന്റ് ഓർത്ത് വെച്ച് പോസിറ്റീവ് ആക്കിക്കോളണം. 49 ആയി. അപ്പോൾ റൂട്ട് 15 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ആയില്ലേ നോക്കിയേ. അപ്പോൾ എ ബി ഈക്വൽ ടു നമുക്ക് എ സി കിട്ടി. അപ്പോൾ ദെയർഫോർ എ ബി സി എന്ന് പറയുന്നത് ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിൾ ആണ് കിട്ടി. എ ബി സി എന്ന് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ തീർന്നില്ല. ഇനി എന്തോടെ ഉണ്ട്? ഇതിൻ്റെ ഏരിയ ഇവിടെ കണ്ടുപിടിക്കണം അല്ലേ? ഏരിയ കണ്ടുപിടിക്കാൻ നോക്കി ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? നേരെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൈറ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ഈ ഒരു ഡിസ്റ്റൻസും കൂടെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഐസോസലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റായി. ഇപ്പോൾ ഏരിയയിനകത്ത് ഹാഫ് ഇൻറ്റു ബി എച്ച് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഏരിയ ഓഫ് എ ഐസോസലസ് ട്രയാങ്കിൾ കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ഏരിയ എന്ന് പറയണത്. അപ്പോൾ നമുക്ക് ബി എന്ന് പറയണേ, അതായത് ഈ ബി സിയുടെ ഡിസ്റ്റൻസ് നമുക്കറിയാം. ആ ബി സിയുടെ ഡിസ്റ്റൻസ് നമുക്ക് 10 ആണ് നമുക്ക് കിട്ടിയേക്കണം. ബി സിയുടെ ഡിസ്റ്റൻസ് അത് നമ്മുടെ ബി ആണ്, ബ്രെഡ്ത്തായി. പക്ഷെ നമ്മൾ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നേരെ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ശരിക്കും ഐസോസലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് അത് മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പം ഈ രണ്ടിനെയും മിഡ് പോയിന്റ് നമ്മൾ എടുക്കുമ്പോൾ 3 + 9/2 എന്ന് പറയുമ്പോൾ 6 വരും. 5 + 13 8 വരും. 18 വരും. 18ൻ്റെ പകുതി 9 വരും. അപ്പോൾ 6 9 നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ മിഡ് പോയിന്റ് കിട്ടും. എന്താ വരുന്നതെന്ന് നോക്കിയാൽ 3 + 9/2 ഒരെണ്ണം. അടുത്ത കോർഡിനേറ്റ്സ് ഓഫ് ഡി എന്ന് പറഞ്ഞാൽ അടുത്ത് 5 + 13 / 2 വരും. അപ്പോൾ 3 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 12. 12/2 വരും. 5 + 13 18/2 വരും. അപ്പോൾ നമ്മുടെ മിഡ് പോയിന്റ് 6 9 വരും. 6 9 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ എച്ച് കണ്ടുപിടിക്കണം. എച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി എ ഡിയുടെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എയിലെ കോർഡിനേറ്റ് 10 6 ആണ്. ഒരു കോർഡിനേറ്റ് 6 9 എഴുതണം. അപ്പോൾ എയിലെ കോർഡിനേറ്റ് 10 6, ഈ ഡിയിലെ കോർഡിനേറ്റ് 6 9 എഴുതണം. ഇനി ഇത് നമ്മൾ x1 കൊടുക്കുക, y1 കൊടുക്കുക, ഇത് x2 കൊടുക്കുക, ഇത് y2 കൊടുക്കുക. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്നാ വരും? 10 - 6 the whole square വരും. x1 - s2 the whole square. ഇനി അടുത്ത എന്താണ്? y1 - y2 the whole square. അപ്പോൾ എന്ത് വരും? 6 - 9 the whole square വരും. 10 - 6 എന്ന് പറഞ്ഞാൽ എത്രയും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 അല്ലേ? അപ്പോൾ 4ൻ്റെ സ്ക്വയർ വരും പ്ലസ്. ഇനി 6 - 9 എന്ന് പറഞ്ഞാൽ -3 വരും. അപ്പോൾ -3 the whole square വരും. 4ൻ്റെ സ്ക്വയർ 16 വരും. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 വരും. 16 9 നമുക്ക് എത്ര വരും? 25 വരും. അപ്പം എച്ച് എന്ന് പറയുന്നത് √25 വരും. √25 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 വരും. അപ്പോൾ എച്ച് കിട്ടിയപ്പോൾ ഏരിയ കൊടുത്താൽ പോരെ? അപ്പോൾ ദെയർഫോർ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഹാഫ് അങ്ങനെ തന്നെ വരും. ബി 10 വരും. എച്ച് 5 വരും. ഇത് രണ്ടും വെട്ടിപ്പോയ 5. അപ്പോൾ നമ്മുടെ ഏരിയ 25 cm² വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് ഐസോസലസ് ട്രയാങ്കിൾ. നമുക്ക് എപ്പോഴും ചോദിക്കാറുള്ളത്, നന്നായിട്ട് പഠിക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ക്ലാസ്സോറ എന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്തൊരു ചാപ്റ്റർ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ നമുക്ക് നമ്മുടെ 4 ലെവലായിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വരുന്നത്. ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ ഒരുപോലെയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്തിരിക്കുന്നത്. L2 എന്ന് പറഞ്ഞ ടെസ്റ്റിലെ ക്വസ്റ്റ്യനും അതിന് ഓരോന്നിനും എക്സാമ്പിൾസും ഉണ്ട്. L3 എന്ന് പറയുന്നത് 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, 10-14 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ L4 എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്ന ലൈവ് ക്ലാസ്സുകളാണ്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് വളരെ ചെറിയൊരു നിസ്സാര എമൗണ്ടിൽ മാത്രമാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സുകൾ ലഭ്യമാണ്. ഇത് നമ്മുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന വീഡിയോസ് അപ്പം കാണാവുന്നതാണ്. താങ്ക് യു.